S5 EC കൺട്രോൾ സിസ്റ്റത്തിൻ്റെ മൊഡ്യൂൾ 1ൻ്റെ തിയറിയാണ്. ഫീഡ്ബാക്ക് ആൻഡ് എഫക്ട്സ്. 2 ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ഉണ്ട്. പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും. നമ്മൾ ഓൾറെഡി പ്രോബ്ലത്തിൽ ബ്ലോക്ക് ഡയഗ്രം ചെയ്തപ്പോൾ അത് ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ തിയറികൾ ലീനിയർ, നോൺ ലീനിയർ, ടൈം വേരിയൻറ്റ്, ഇൻവേരിയൻറ്റ് സിസ്റ്റമാണ്. ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ കൊല്ലം സിഗ്നൽസിൽ പഠിച്ചത് തന്നെയാണ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ലീനിയർ സിസ്റ്റം എന്ന് വിളിക്കുക, അല്ലെങ്കിൽ അത് നോൺ ലീനിയർ സിസ്റ്റം ആയിരിക്കും. സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിൽ 1 ഇൻപുട്ട് കൊടുത്തു, ഔട്ട്പുട്ട് 2 കിട്ടി, 2 ഇൻപുട്ട് കൊടുത്തു, ഔട്ട്പുട്ട് 3 കിട്ടി. നമ്മൾ ടോട്ടൽ ഇൻപുട്ട് കൊടുത്തത് 3യും ഔട്ട്പുട്ട് കിട്ടിയത് 5 ആണ്. നമ്മൾ അടുത്ത സെറ്റിൽ ഒറ്റയടിക്ക് 3 ഇൻപുട്ട് കൊടുത്തിട്ട് 5 ഔട്ട്പുട്ട് കിട്ടും ചെക്ക് ചെയ്യും. അതിനാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുക. പിന്നെ ടൈം വേരിയൻറ്റ്, ഇൻവേരിയൻറ്റ് ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കുന്നത് ടൈം വേരിയൻറ്റ്, ഇൻവേരിയൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫീഡ്ബാക്കിൻ്റെ എഫക്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോഴും ചോദിക്കാറുള്ള ഓപ്പൺ ലൂപ്പ്, ക്ലോസ് ലൂപ്പ് സിസ്റ്റമാണ്. ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്നു, അതാണ് ഓപ്പൺ ലൂപ്പ്. അതിലൊരു ഫീഡ്ബാക്ക് വരുമ്പോഴാണ് ക്ലോസ് ലൂപ്പ് എന്നറിയപ്പെടുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ട്രാഫിക് സിഗ്നലിൽ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. അപ്പോൾ അത് 60 സെക്കൻഡ് ആയിരിക്കും ടൈം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പോസിറ്റിൽ വണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 60 സെക്കൻഡ് കഴിഞ്ഞാലേ അത് വർക്ക് ചെയ്യുള്ളൂ. അതാണ് ഓപ്പൺ ലൂപ്പ്. അപ്പോൾ ക്ലോസ് ലൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ഈ സെയിം സംഭവം തന്നെ, അവിടെ നമ്മളൊരു വല്ല സ്കാനർ വല്ലതും വെച്ചിട്ട് വണ്ടികളൊന്നും ഇല്ലെങ്കിൽ ആ ടൈമർ ഡിക്രീസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ 2 വണ്ടിയുള്ളെങ്കിൽ ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ആ ട്രാഫിക്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഗ്രീൻ ആവണം. അപ്പോൾ അതിനെ മോണിറ്റർ ചെയ്ത് ചെയ്യണതിനെയാണ് ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് വിളിക്കുക. അതിൻ്റെ കമ്പാരിസണാണ് താഴെ എഴുതിയേക്കണേ. ലാസ്റ്റത്തെ നമ്മുടെ അനലോഗസ് സിസ്റ്റമാണ്. അത് ഓൾറെഡി നമ്മൾ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ മെക്കാനിക്കൽ സിസ്റ്റത്തെ വോൾട്ടേജും കറണ്ട് സിസ്റ്റത്തിലോട്ട് മാറ്റിയെടുക്കണേ. ആ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്തത്. ആ ടേബിൾ എങ്ങനെ കിട്ടിയെന്ന് ഇവിടെ കാണിച്ചേക്കണേ. അപ്പോൾ നമ്മൾ 2 സിസ്റ്റം എടുത്തു, മെക്കാനിക്കലും ഇലക്ട്രിക്കലും എടുത്തു. നമുക്കറിയുന്ന രണ്ടിൻ്റെയും ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചത് എഴുതി. നമ്മൾ ഐക്ക് dQ/dt എടുത്തു. നമ്മൾ വോൾട്ടേജ് ഫോഴ്സ് അനലോഗിൽ ഐക്ക് വരും dQ/dt ഇട്ട് കൊടുത്തു. നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഞാൻ 1 2 നമ്പർ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് കമ്പയർ ചെയ്താൽ നമുക്ക് ആ ഓരോ ടേംസ് കിട്ടും. കണ്ടോ, d²/dt² ഇവിടെ എമ്മും ഇവിടെ എല്ലും ആണ്. സോ എമ്മിന് വരെ നമ്മൾ എല്ലാവർക്കും യൂസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ആ ടേബിൾ വെച്ചിട്ട് സോൾവ് ചെയ്ത്. സെയിം തന്നെ നമുക്ക് കറണ്ടിലെടുക്കാം. കറണ്ടിലാകുമ്പോൾ നിങ്ങൾ വിക്ക് വരും d∅/dt കൊടുത്താൽ മതി. അപ്പോൾ എമ്മിന് വരും നമുക്ക് എല്ല് കിട്ടിയ സ്ഥലം എമ്മിന് ഒരു സി കിട്ടും. ഈ ഒരു ടേബിൾ ഉപയോഗിച്ചാൽ നമ്മൾ പ്രോബ്ലം ചെയ്തത്. ഇതെങ്ങനെ വന്നതെന്ന് എഴുതാൻ ചോദിച്ചാലാണ് നമ്മൾ ഈ ഒരു ബേസിക് സർക്യൂട്ട് വെച്ച് കമ്പയർ ചെയ്യുക കേട്ടോ.